അയിരൂർ സെന്റ് ജോസഫ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികാസത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ഒത്തുചേർന്ന് SSK എറണാകുളം BRC അങ്കമാലി എന്നിവയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അയിരൂർ സെന്റ് ജോസഫ് ഗവൺമെന്റ് LP സ്കൂളിൽ മനോഹരമായ വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി പി രാജീവ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് സിജി വർഗീസ് സ്വാഗതം പറഞ്ഞു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെബ മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. അങ്കമാലി BPC KC ഷിനി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CU ജബ്ബാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി സൈമൺ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീന ജേക്കബ്, LA മോഹനൻ, AEO സീന പോൾ, MPTA പ്രസിഡന്റ് നൂബി ലൈജു, പ്രധാനാധ്യാപകൻ PC കേഴ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയൊരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. നല്ല വർണ്ണം തന്നെയാണ് ഈ പദ്ധതിയിൽ. അപ്പൊ കൊച്ചുകുട്ടികളുടെ കളിയും തിരിയും അവരുടെ പഠനവും മറ്റു കാര്യങ്ങളും ഹെൽത്തായിട്ടുള്ള ഒരു ഉണർവ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു നല്ലൊരു പദ്ധതിയാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതി. അപ്പൊ ആദ്യം സ്കൂളുകളിലേക്ക് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇടക്കാലത്ത് ഒരു സർക്കാർ സ്കൂളൊക്കെ ഒരു ഇത്തിരി ഡിമ്മായി, കുട്ടികളെ കിട്ടാതെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല രീതിയിലുള്ള പഠനം, നല്ല അധ്യാപകരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ മിക്ക സ്കൂളുകളിലും കുട്ടികളായിക്കൊണ്ടിരിക്കും. ഇപ്പൊ JBS സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് ഈ കളിപ്പകരത്തിൽ കയറാനായിട്ട് ഭയങ്കര തല്ലുകൊടുത്തോളൂ. ഞങ്ങൾക്ക് കയറണം എന്നൊരു ഭയങ്കര ബന്ധമാണ്. അപ്പൊ അവര് ഓരോ പീരീഡായിട്ട് വെച്ചേക്കാണ് കുട്ടികൾക്ക് ഈ കളിപ്പകരത്തിലേക്ക് കയറാനായിട്ട്. സെന്റ് ജോസഫ് ഗവൺമെന്റ് LP സ്കൂൾ അയിരൂരിന്റെ വർണ്ണക്കൂടാരം ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കിൻഡർ ഗാർഡൻ ക്ലാസ് മുറികൾ വളരെ മനോഹരമായി നമ്മൾ പണിതിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടത്തി. ഏതൊരു സ്വകാര്യ കിൻഡർ ഗാർഡൻ സ്കൂളുകളെക്കാൾ മികച്ച രീതിയിൽ തന്നെ, അതിനെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മുടെ KG ക്ലാസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ക്ലാസ് റൂമുകളുടെ ഭംഗി പോലെ തന്നെ നമ്മളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരും വളരെ മികച്ചവരാണ്, വളരെ അറിവുള്ളവരാണ്. നമ്മുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിവുള്ള അധ്യാപകരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുറമേക്ക് പോകുന്ന, ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകുന്ന ഏതൊരു കുട്ടികളെക്കാളും നല്ല രീതിയിൽ തന്നെയുള്ള വിദ്യാഭ്യാസം നമുക്ക് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇന്ന് ലഭ്യമാണ്. ഇന്നിപ്പോൾ ഇവിടെ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തും. ഈ വർണ്ണക്കൂടാരം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു അങ്കമാലി BRCയിൽ നിന്ന് SSK ഫണ്ട് മുഖേന ആദ്യമായി വർണ്ണക്കൂടാരത്തിന് ഫണ്ട് ലഭിച്ചത് ചെങ്ങമനാട് ഗവൺമെന്റ് സ്കൂളിനാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ, അവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, ഏരിയ ഉണ്ടായിരുന്നുകൊണ്ട് അത് കുറച്ചുകൂടി